LXi 2007 27 വരെ പേപ്പറുള്ള വണ്ടി നമുക്ക് 75,000 രൂപ കൊടുക്കാം. 75 രൂപ LXi നമുക്കിത് 2,75,000 രൂപ കൊടുക്കാം. 2,000 രൂപ ലോണും കൊടുക്കാം. 2009 അന്നത്തെ ഫുൾ ഓപ്ഷൻ. പക്ഷെ വണ്ടി നീറ്റാണല്ലേ, വേറെ സ്ക്രാച്ച് വേറെ പ്രശ്നമൊന്നുമില്ല, നീറ്റാണ്. ടയർ അലോയ്സ് ഒക്കെ ടയർ 90% ടയർ ഉണ്ട്. 2017 ആണ്, സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXi ആണ് വണ്ടി. 2010 VXi ആണ്. തേർഡ് ഓണർഷിപ്പ് ആയി. പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. 30 വരെ ഇപ്പൊ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. 5 വർഷം പേപ്പർ ഉണ്ട് അല്ലേ? അത് 11 ലാസ്റ്റ് ആണ്, നവംബർ ആണ് വണ്ടി. പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 2010 ആണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. നല്ല വണ്ടി, നല്ല ബോഡി ക്വാളിറ്റി, മെക്കാനിക് കണ്ടീഷൻ, ടയർ, AC എല്ലാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാട്ടാണ്. മുമ്പൊരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റുകാരുടെ കളക്ഷനുള്ള ഷോറൂമാണ് ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ മാരുതി 800 2006 MBFI ആണ്. തേർഡ് ഓണർ ആയത്. AC ഉള്ള വണ്ടിയാണ്. MBFI AC. MBFI AC 26 വരെ പേപ്പർ ഉണ്ടല്ലേ? 26 ലാസ്റ്റ് വരെ പേപ്പർ ഉള്ളതാണ്. ഓക്കെ, ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ബാക്ക് കുഴപ്പമില്ല, ഫ്രണ്ട് ഏതാണ്ട് 40% ഉള്ളൂ. ബോഡി ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല അല്ലേ? വണ്ടിയും കൊള്ളാം, ഓടിക്കാനും വേറെ പ്രശ്നമില്ല. ഓക്കെ, വണ്ടിയുടെ ഇന്റീരിയർ കണ്ടീഷൻ കുഴപ്പമില്ല, സീറ്ററൊക്കെ ഉണ്ട്. ഇത് സ്റ്റാൻഡേർഡ് അല്ലേ? AC ഉള്ള മോഡലാണല്ലേ? AC ഉള്ള മോഡലാണ്. ഓക്കെ, MBFI ആണ് വണ്ടി. 2006 MBFI AC. അതെ, വേറെ കുഴപ്പമില്ല, അത്യാവശ്യം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ്? 53,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 53. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ. ഓൾട്ടോ LXi ആണ്. LXi 2007 27 വരെ പേപ്പർ ഉള്ള വണ്ടി. LXi AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ, 27 വരെ പേപ്പർ ഉണ്ട്. ട്രിവാൻഡ്രം വണ്ടി. ഓക്കെ, KL01. ടയർ ഫ്രണ്ടിൽ രണ്ടും പുതിയതുണ്ടല്ലേ? അതെ, രണ്ട് പുതിയ ടയറുണ്ട്. ബാക്കിൽ ആവറേജ് ആണ്, ഒരു 60% ടയറുണ്ട്. ബോഡിയൊന്നും വലിയ കുഴപ്പമില്ല, ചെറിയ ചെറിയ പെയിൻറ്റിൻ്റെ മങ്ങലുണ്ടല്ലേ ഇവിടെ? 2007. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് കവർ ഉണ്ട്. സീറ്റ് കവർ ചെറിയ ഡാമേജ്, പക്ഷേ അത് ഫാബ്രിക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. AC വർക്കിംഗ് ആണോ? ആണ്. 27 പേപ്പർ ഉണ്ടല്ലേ? അപ്പോൾ എങ്ങനെ LXiയുടെ പ്രൈസ്? LXi 2007 27 വരെ പേപ്പർ ഉള്ള വണ്ടി നമുക്ക് 75,000 രൂപ കൊടുക്കാം. 75 രൂപ. LXi. ഓക്കെ, LXi ആണ്. അപ്പം അടുത്ത വണ്ടി ഓൾട്ടോ. ഓൾട്ടോ 2011 ലാസ്റ്റ് ആണ്, നവംബർ ആണ് വണ്ടി. പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. LXi ആണ്. LXi ആണ്. അപ്പോൾ 26 വരെ പേപ്പർ ഉണ്ടല്ലേ? അതെ, 26 ലാസ്റ്റ്. 2012 രജിസ്ട്രേഷൻ ആണ് വണ്ടി. 12 രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ 27 വരുന്നുള്ളൂ ടെസ്റ്റ്. അതെ അതെ. ഓക്കെ, ടയർ ഫ്രണ്ട് രണ്ടും പുത്തൻ ടയറുണ്ട്, ബാക്കിൽ ആവറേജ് ആണ്. ഓക്കെ, ബോഡിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു ആവറേജ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഓൾട്ടോ LXi 2011 ഡിസംബർ 12 രജിസ്ട്രേഷൻ. നമുക്ക് 1.15 കൊടുക്കാം. ഓൾമോസ്റ്റ് ഫുൾ ലോണും കൊടുക്കാം. 1 രൂപ മുതൽ 1.15 വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു വിഷയം. എല്ലാം വർക്കിംഗ് ആണ്. ധൈര്യമായിട്ട്. അതെ അതെ. വണ്ടി മാരുതി 800 2010 ആണ്. ഓക്കെ, സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. നല്ല വണ്ടി, നല്ല ബോഡി ക്വാളിറ്റി, മെക്കാനിക് കണ്ടീഷൻ, ടയർ, AC എല്ലാം ഉള്ളതാണ്. MBFI ആണ്. 10 അല്ലേ? അതെ. കിലോമീറ്റർ എത്ര അതിൻ്റെ? കിലോമീറ്റർ 73,000 കിലോമീറ്റർ. ഓക്കെ, വണ്ടി ഇന്റീരിയർ കണ്ടീഷൻ ഒക്കെ നീറ്റാണ്. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. വണ്ടി ബോഡി ക്വാളിറ്റി ഉണ്ട്. ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് അല്ലേ? ടയർ കണ്ടീഷൻ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. ടയർ കണ്ടീഷൻ കൊള്ളാം. അപ്പോൾ അങ്ങനെ 2010 ടെസ്റ്റ് കഴിഞ്ഞോ? ടെസ്റ്റ് നമുക്ക് പുതിയ ടെസ്റ്റ് എടുത്ത് കൊടുക്കാം, പുതിയ പേപ്പർ ആക്കി കൊടുക്കാം. 10 വർഷം പേപ്പർ, 5 വർഷത്തെ പേപ്പർ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം? 1,05,000 രൂപ കൊടുക്കാം ഫൈനൽ. 1.5. ഓക്കെ, ഫിനാൻസ് കയറില്ല 10,000 വേണമെങ്കിൽ? ഫിനാൻസും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഓൾട്ടോ 800 2018 ആണ്. സെക്കൻഡ് ഓണർ ആണ്. 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2018 അല്ലേ? 18 സെക്കൻഡ് ഓണർ. ഓക്കെ, 62,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, കമ്പനി സർവീസ് ആണ് വണ്ടി. വണ്ടി വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല, നീറ്റാണ് വണ്ടി. ടയർ 4 ഇപ്പം ഈയിടയ്ക്ക് മാറിയെന്ന് തോന്നുന്നു അല്ലേ? 90% ടയറുണ്ട്. ഇന്റീരിയറൊക്കെ നീറ്റാണ് കേട്ടോ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതായത് കെൻവുഡിൻ്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. AC 2 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. അപ്പം എങ്ങനെയാണ് 2018 ഓൾട്ടോ 800? നമുക്കിത് 2,75,000 രൂപ കൊടുക്കാം. 2,000 രൂപ ലോണും കൊടുക്കാം. 2,000 ലോണും കൊടുക്കാം. പ്രൈസ് നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ട്? മാക്സിമം. ഓക്കെ, അപ്പോൾ അടുത്ത സ്കോർപിയോ 2009 ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. 29 വരെ പേപ്പർ ഉണ്ടല്ലോ? അതെ അതെ. ഓക്കെ, 2009 അന്നത്തെ ഫുൾ ഓപ്ഷൻ. പക്ഷെ വണ്ടി നീറ്റാണല്ലേ, വേറെ സ്ക്രാച്ച് വേറെ പ്രശ്നമൊന്നുമില്ല, നീറ്റാണ്.
ടയർ അലോയ്സ് ഒക്കെ ടയർ ഒരു 90% ടയറുണ്ട് കേട്ടോ. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ സൈഡൊക്കെ നീറ്റാണ്. സ്ഥലപരിമിതി ഉണ്ട് കേട്ടോ. ഓക്കെ, മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഓക്കെ ആണ്. അലോയ്സ് ഓയിസ് കമന്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ അതെ. അപ്പം 4 വർഷത്തോളം പേപ്പറും ഉണ്ട്. ഇതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൃത്തിയിരിപ്പുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, മഹീന്ദ്രയുടെ സ്റ്റീലും ഒക്കെ ഇരിപ്പുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസും വരുന്നുണ്ട് അല്ലേ? അതെ അതെ, എല്ലാം വർക്കിംഗ് ആണല്ലോ. ഇത് തന്നെ വന്നിട്ട് ഫാമിലി യൂസ് ആണ്. ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാഫിന്റെ വണ്ടിയാണ്. ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. എവിടെ നിന്ന് വേണോ വന്ന് എടുത്ത് പോവാം. ഓക്കെ, കിലോമീറ്റർ എത്രയാണ് വണ്ടിയുടെ? കിലോമീറ്റർ 1 ലാഖിന് മേളിൽ ഓടിയതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്കിതൊരു 3,15,000 രൂപ ഫൈനൽ കൊടുക്കാം. 3,15. ആ ഓക്കെ ഓക്കെ. അടുത്ത സെന്നസ്റ്റിലോ എങ്ങനെയാ? 2010 VXi ആണ്. 3rd ഓണർഷിപ്പായി. പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. 30 വരെ. ഇപ്പൊ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. 5 വർഷം പേപ്പർ ഉണ്ട് അല്ലേ? അതെ. വണ്ടി നീറ്റ് ആണല്ലോ, സ്ക്രാച്ചസ് ഒന്നുമില്ല. VXi വരുന്നുണ്ട് അല്ലേ? അതെ. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് 3rd ആണ്. കിലോമീറ്റർ 1 ലാഖ് അടുപ്പിച്ച് ഓടി. ഓക്കെ. ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, ട്രാക്കോമീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? VXi ടോപ്പ് ആൻഡ് വണ്ടി അല്ലേ? അതെ അതെ. 30 വരെ പേപ്പറും ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് 1,75,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,75. 2010 പുതിയ പേപ്പറുള്ള വണ്ടി. ലോൺ എത്ര കയറും? ലോൺ ഒരു 1 രൂപ വരെ ലോൺ കൊടുക്കാം. 1,20 ലോൺ കൊടുക്കാം. അടുത്ത വണ്ടി ഓൾട്ടോ. 2011 മോഡലാണ്. പവർ സ്റ്റിയറിംഗ് AC വരുന്ന വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് AC ഉള്ളതല്ലേ? അതെ. LXi. ഓക്കെ. ബോഡി ചെറിയ പെയിന്റിങ് മങ്ങലുള്ളൂ. വേറെ മെയിൻ ഇഷ്യൂ ഒന്നുമില്ല. ഡെന്റ് ഒന്നുമില്ല അല്ലേ? ഡെന്റ് ആയിട്ടൊന്നുമില്ല. ഓക്കെ. ചെറിയ ആ ഡോറിന്റെ സൈഡിലൊക്കെ ചെറിയ തുരുമ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ചെറുതായിട്ട്. ഇത് മോഡൽ 2011. അപ്പോൾ പിന്നെ റീടെസ്റ്റ് ലോണും കിട്ടുന്നതാണ്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ ഒക്കെ നീറ്റ് ഉണ്ട്. LXi ആകുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. അല്ല, ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ സമയത്ത് ശേഷം ടച്ചപ്പ് ചെയ്താൽ മതിയല്ലോ. മതി. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? പക്കയാണ്. 14 കിലോമീറ്റർ എത്ര ഉണ്ടാവും വണ്ടിയുടെ? മൈലേജ് എത്ര കിട്ടുമെന്നാണോ? അല്ല, കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 72 മേളിൽ ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണോ? അല്ല, സെക്കൻഡ് ആണ്. ഓണർഷിപ്പ്. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്കിതൊരു 1,15 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 2011 വണ്ടി. ഓൾമോസ്റ്റ് ഫുൾ ലോണും കിട്ടുന്ന വണ്ടിയാണല്ലോ. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800 ആണ്. 2004 ആണ്. 29 വരെ പേപ്പറുള്ള കാർബറേറ്റർ വണ്ടിയാണ്. 4 കാർബറേറ്റർ ആണല്ലേ? കാർബറേറ്റർ. ഓക്കെ. AC വരുന്നുണ്ട്. ഫിറ്റഡ് AC ആണ്. പേപ്പർ 29 വരെയോ? 29 വരെ പേപ്പറും ഉണ്ട്. AC അഡീഷണൽ ഫിറ്റ് ചെയ്താണോ? അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ് കേട്ടോ. ഇന്റീരിയർ നോക്കുമ്പോഴത്തേക്ക് ആവറേജ് ക്വാളിറ്റിയാണ്. സീറ്റ് വർക്ക് കുറച്ച് ഇച്ചിരി ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആവറേജ് വണ്ടി അല്ലേ? അതെ. പക്ഷേ പേപ്പർ ഉണ്ട്. അല്ല, എഞ്ചിൻ സൈഡൊക്കെ കൊള്ളാം. കാർബറേറ്റർ എന്നേ ഉള്ളൂ. ബോഡി വലിയ കുഴപ്പമില്ല. ഇന്റീരിയർ ചെറിയ പ്രശ്നങ്ങൾ. ടയർ കണ്ടീഷൻ ഒരു ടയറും കൊള്ളാം അല്ലേ? അതെ അതെ. അപ്പോൾ എടുത്ത് പഠിക്കാനൊക്കെ കൊള്ളാം. അങ്ങനെയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 43 രൂപ കൊടുക്കാം. 29 വരെ പേപ്പറുള്ള 2004 വണ്ടിയാണ്. അപ്പോൾ ജർമ്മൻ അടുത്ത വണ്ടി സ്പാർക്കാണ്. 2010 ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി ഓടിക്കാനും വേറെ പ്രശ്നങ്ങളില്ല. ടെസ്റ്റ് കഴിഞ്ഞാണോ? ടെസ്റ്റിന് സമയമായോ? ടെസ്റ്റ് ഡിസംബറിലേ വരുന്നുള്ളൂ. ഡിസംബറിലാണല്ലേ? ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ടയർ കണ്ടീഷൻ ഒരു 70% ടയറുണ്ട്. വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സീറ്റ് ഫാബ്രിക് ആണ്, കുഴപ്പമില്ല. അതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ ഉണ്ടല്ലേ വരുന്നുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. അപ്പം സ്പാർക്ക് എങ്ങനെ പ്രൈസ്? നമുക്ക് 2010 ടോപ്പ് എൻഡ് മോഡൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി, 55,000 രൂപ കൊടുക്കാം. 55. നല്ല ബോഡി ക്വാളിറ്റി, നല്ല കളറ്, സ്ക്രാച്ചസ് ഒരു വിഷയമില്ല. ടയറും കൊള്ളാം. വെറും 55,000 രൂപ. എഞ്ചിനൊക്കെ പക്കയാണല്ലോ? എല്ലാം വർക്കിംഗ് ആണല്ലോ. അപ്പോൾ അടുത്ത സ്വിഫ്റ്റ് എങ്ങനെയാ? 2017 ആണ്. സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXi ആണ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയേ? 30,000 കിലോമീറ്റർ. ഓക്കെ. ഒന്ന് വാഷ് ചെയ്താൽ മതി അല്ലേ? പൊടി അടിച്ച് കിടക്കുക. അതെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ റീപ്ലേസ്മെന്റ് ആയിട്ടില്ല. സ്ക്രാച്ചസ് ഒന്നും ഇല്ല. നീറ്റ് ആണല്ലേ? ഡെന്റ് സ്ക്രാച്ചസ് ഒന്നും ഇല്ല. ഓണർഷിപ്പ് കിലോമീറ്റർ നമ്മൾ പറഞ്ഞായിരുന്നോ? 3rd. ഓക്കെ. കിലോമീറ്റർ 30,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? അതെ. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. ഓക്കെ. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 2 ഡോർ പവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതൊരു 4,15,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 4 രൂപ വരെ ലോണും കൊടുക്കാം. ലോണും കിട്ടും.